10ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞവൻ കോളേജിലേക്ക് ചേരുന്ന ഒരു പതിവായിരുന്നു ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്. ഇപ്പോൾ സിസ്റ്റംസ് പലതായതുകൊണ്ട് ആരൊക്കെ ഏതൊക്കെ സിസ്റ്റത്തിലാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞവൻ നേരെ കോളേജിലേക്ക് പോകണം. ഒരു പുതിയ ആരംഭം അവന് കോളേജിൽ ലഭിക്കുന്നു. അതിൻ്റെ അർത്ഥം 10 വരെ പഠിച്ചത് മറന്നുവെച്ചോ തൂത്ത് കളഞ്ഞുവെച്ചോ പോയി എന്നല്ല, ആ പഠിച്ചതിൻ്റെ മുകളിൽ ഒരു പണിക്ക് വേണ്ടി. ഒരു നില പണിത് കഴിഞ്ഞ കെട്ടിടത്തിൻ്റെ 2ാമത്തെ നില പണിയുമ്പോൾ അതൊരു പുതിയ ആരംഭമാണ്. പുതിയ കല്ല് വയ്ക്കുവാൻ, പുതിയ പണി തുടങ്ങുവാൻ വീണ്ടും എന്നെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ടുണ്ട്. എടാ, ഇത് നേരത്തെ തുടങ്ങിയതല്ലയോ പാസ്റ്റർ, അത് 1ാം നിലയാണ്, ഇത് 2ാം നിലയാണ്. 1ാം നില പൊളിച്ചു കളഞ്ഞ ചില 2ാം നില പണിയുന്നത് ഇന്നുവരെ ദൈവസന്നിധിയിൽ നിന്ന് നിങ്ങൾ അച്ചീവ് ചെയ്തതിൻ്റെ പുറത്ത്, അതിൻ്റെ മുകളിൽ അടുത്തൊരു പണിക്ക് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം ഒരുക്കുകയാണ്. അതിൻ്റെ ഭൗതിക വളർച്ചകൾ അതിനകത്തുണ്ടായിരിക്കും, അതിൻ്റെ ആത്മീക വളർച്ചകൾ അതിനകത്തുണ്ടായിരിക്കും, അതിൻ്റെ സാമൂഹിക നന്മകൾ അതിനകത്തുണ്ടായിരിക്കും. എല്ലാ മണ്ഡലങ്ങളിലും അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. വിവാഹിതരായ കുടുംബത്തിന് ഓരോ പുതിയ കുഞ്ഞുങ്ങളെ ലഭിക്കുമ്പോൾ അവർ സന്തോഷിക്കുന്നത് പോലെ സഭ സന്തോഷിക്കുന്ന ഒരു സീസണിലേക്ക് വീണ്ടും കയറിക്കഴിഞ്ഞു. നമ്മുടെ സീസൺ മാറിയെന്നും ഒരു പുതിയ സീസണിലേക്ക് പ്രവേശിക്കുകയാണെന്നും ചില മാസങ്ങളായി പരിശുദ്ധാത്മാവ് ഇടപെടുന്നുണ്ട്. ഇവിടെ ആവർത്തിച്ച് ഏറ്റവും കൂടുതൽ പാസ്റ്റർ ജോൺ ടി ഫിലിപ്പ് അത് പറയാറുണ്ട്. സീസണിൽ എന്തെല്ലാം ചേഞ്ചാണുള്ളത്. കഴിഞ്ഞ രാത്രിയിലും പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നതിൽ ഒന്നിതാണ്, എല്ലാ മണ്ഡലങ്ങളിലും ചേഞ്ച് അനുഭവിക്കും. തോറ്റു കിടന്ന് പഠിക്കുവാൻ കഴിയാതിരുന്ന ചില കുഞ്ഞുങ്ങൾ പഠനത്തിലേക്ക് മടങ്ങി വരുന്നത് കാണാം. അർഹിക്കുന്നവർക്ക് മാത്രമേ ഈ നന്മകൾ ലഭിക്കുന്നുള്ളൂവെന്നും അത് അർഹിക്കുന്നവർ അതിനുവേണ്ടി ഒരുങ്ങണമെന്നും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ വഴിതെറ്റി ജീവിക്കുന്നതിനാൽ കുടുംബങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ട് കിടക്കുന്ന ഇടത്ത് ഒരു പുത്തൻ സമാധാനത്തിലേക്ക് ദൈവം നടത്തുവാൻ ആഗ്രഹിക്കുന്നു. വിവാഹങ്ങൾ തടസ്സപ്പെട്ട് കിടന്ന ഇടങ്ങളിൽ ചില വിവാഹങ്ങളിലേക്ക് നടത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. കൃപാവരങ്ങൾ ലഭിക്കാതെ ഇരുന്ന ഇടങ്ങളിൽ ചില കൃപാവരങ്ങൾ കർത്താവ് നൽകുന്നു. സുവിശേഷീകരണത്തിന് വയലുകൾ അടഞ്ഞുപോയവർക്ക് പുതിയ വയലുകൾ തുറക്കുന്നു എന്നിങ്ങനെ ദൈവത്തിൻ്റെ ഡിക്ഷണറിയിൽ ഒരുപാട് വാക്കുകളുണ്ട്. അനേക നന്മകൾ എനിക്കും നിങ്ങൾക്കും വേണ്ടി പകരുവാൻ ദൈവം താല്പര്യപ്പെടുന്നുണ്ട്. ഇനി ഞാൻ ബൈബിൾ കൺസെപ്റ്റിലൂടെ വരട്ടെ. ഇസ്രായേൽ ജനത്തിന് ആദ്യമായി ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. അത് പിതാവായിരുന്ന അബ്രഹാമിന് ആണ് ലഭിച്ചത്. ഞാൻ നിന്നെ ഫ്രാത്ത് മുതൽ കനാൻ വരെയുള്ള നാട് ഏൽപ്പിച്ചുകൊണ്ട്, കനാൻ നാട് ഏൽപ്പിച്ചുകൊണ്ട്, ഫ്രാത്ത് മുതൽ മഹാനദി വരെയുള്ള കനാൻ നാട് ഏൽപ്പിച്ചുകൊണ്ട് നിന്നെ വളർത്തും എന്നൊരു കൽപ്പന കൊടുത്തു. അന്ന് ആ ജനം അവിടെ ചെന്ന് പാർക്കത്തക്കവണ്ണം ഇല്ലായിരുന്നു. കാര്യം അബ്രഹാം എന്ന ഒരു മനുഷ്യനും തൻ്റെ വന്ധ്യയായ ഒരു ഭാര്യയും മാത്രമായി ഈ കനാനിലേക്ക് പോയാൽ ഒക്കത്തില്ല. അവിടുത്തെ ദുഷ്ടമൃഗങ്ങൾ ഇവരെ തിന്നുകളയും. അങ്ങനെ ദൈവം കൊടുത്ത ഭൂമിയിൽ വസിക്കേണ്ടതിന്, അവരെ എണ്ണത്തിൽ വർദ്ധിക്കേണ്ടതിന് വേണ്ടി ദൈവം അവരെ മിസ്രയീമിലേക്ക് അയക്കുകയും തൻ്റെ മക്കൾ മിസ്രയീമിൽ വർദ്ധിച്ച് 6 ലക്ഷം കുടുംബങ്ങളായി മാറുകയും ചെയ്തു. അവിടെ ദൈവം ഒരു മോശയെ എഴുന്നേൽപ്പിച്ചു. മോശയെ കൊണ്ട് മിസ്രയീമെ ഫറവോനെ കീഴടക്കി ഈ 6 ലക്ഷം വരുന്ന ജനത്തെ അവിടെ നിന്ന് വിടുവിക്കുകയും ചെങ്കടലിനെ പിളർന്ന് ജനത്തെ മരുഭൂമിയിൽ കയറ്റുകയും ചെയ്തു. ആഹാരം കൊടുക്കേണ്ടതിന് കാടപ്പക്ഷിയും സ്വർഗത്തിൽ നിന്ന് മന്നായും പകർന്ന് വെള്ളത്തിനു വേണ്ടി തീക്കൽപ്പാറയെ പിളർന്ന് ദൈവം അവരെ നടത്തിക്കൊണ്ടുപോകുകയും അവരൊരു വിശുദ്ധ ജനമാണ് എന്നവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ വിശുദ്ധിയുടെ പ്രമാണങ്ങൾ അനുസരിക്കുവാൻ, അവരുടെ കൾച്ചർ നിയന്ത്രിക്കുവാൻ ദൈവം അവർക്ക് വേണ്ടി അവരുടെ സംസ്കാരങ്ങളെ കവർ ചെയ്യുന്നതായ ഒരു ന്യായപ്രമാണം കൊടുക്കുകയും തീക്കൽ പ്രമാണമെന്ന് ദൈവം അതിനെ വിളിക്കുകയും ചെയ്തു. ഈ പ്രമാണം അനുസരിക്കാത്തവനെ കല്ലെറിഞ്ഞോ അമ്പെയ്തോ കൊന്നേക്കാൻ തമ്പുരാൻ കൽപ്പന കൊടുക്കുകയും സ്ട്രിക്റ്റായി ജനതയെ ദൈവിക കൾച്ചറിൽ നിർത്തുകയും ചെയ്തു. എല്ലാ പ്രിയപ്പെട്ടവരൊന്ന് ശ്രദ്ധിച്ചോണേ, ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ എന്നാ സ്ട്രിക്ട്നെസ്സിലാണ് അനുഭവിക്കേണ്ടതെന്ന്. അങ്ങനെ ആ ജനത്തെ മുന്നോട്ട് നടത്തി. വഴിയിൽ ഈ വികൃതമായ ഒരു ജനത്തെ പരിപാലിക്കുന്ന ചുമതല മോശയ്ക്ക് ലഭിച്ചതിനാൽ വലിയൊരു ലാർജർ ക്രൗഡായിരുന്നു. ആകയാൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഒരുമിച്ചുള്ള ആ ക്രൗഡിനെ നിയന്ത്രിക്കുവാൻ മോശയുടെ ബലഹീന മനുഷ്യനും കഴിയാതെ പോയതിനാൽ തന്നിൽ നിന്ന് ചില ബലഹീനതകൾ സംഭവിക്കുകയും ആ ബലഹീനതകളെ തുടർന്ന് കനാനിലേക്ക് പ്രവേശിക്കുവാൻ മോശെ അനുവദിക്കാതെ അദ്ദേഹത്തിൻ്റെ കൈക്കീഴിൽ വളർന്നു വന്നിരുന്ന ഒരു യോശുവയെ ദൈവം ഉപയോഗിക്കുകയും ചെയ്തു. യോശുവയുടെ കാലത്ത് ദൈവം നദിയെ പിളർന്ന് അദ്ദേഹത്തെ ജനത്തെ അകത്ത് കയറ്റുകയും യെരിഹോ മതിലിനെ ഇടിച്ച് ദൈവം തൻ്റെ പ്രമാണം സ്ഥാപിച്ചുകൊണ്ട് ജനത്തെ അവിടെ പരത്തുകയും ചെയ്തു.
കനാനിലേക്ക് ചെന്ന ജനത്തോട് പറഞ്ഞു, നിങ്ങളിൽ ഓരോ ഗോത്രം, 12 ഗോത്രങ്ങളാണുള്ളത്, അനേക കുടുംബങ്ങളുണ്ട്, ഓരോ കുടുംബങ്ങൾക്കും 6 ലക്ഷം കുടുംബങ്ങൾ, ഇറ്റ്സ് ആൻ അപ്രോക്സിമേഷൻ, 6 ലക്ഷം കുടുംബങ്ങൾക്കും അവരവർ അർഹിക്കുന്ന സ്ഥാനം ഞാനിവിടെ അളന്നു തരും. ഏറെക്കുറെ തുല്യതയിൽ, ഏറെക്കുറെ, ആ പദം മറക്കരുത്, എല്ലാവർക്കും തുല്യതയെന്നൊന്നും ദൈവത്തിന് ഇല്ല. അവരവർ അർഹിക്കുന്ന അളവിൽ, എന്നാൽ ഏറെക്കുറെ തുല്യതയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലം വീതിച്ചു തരാൻ പോകുകയാണ്. യോശുവയ്ക്ക് ലഭിച്ച വൻകൃപയാൽ അളവ് നൂൽ പിടിച്ചുകൊണ്ട് ദേശത്തെ അളന്ന് വിഭജിച്ചു. അതൊരു വലിയ കാര്യമാണ്. അളവ് നൂൽ പിടിച്ചുകൊണ്ട്, അളവും കണക്കുമില്ലാത്ത ഒന്ന് ദൈവത്തിന് ഇല്ല. അളവും കണക്കുമില്ലാത്ത ഒരു കാര്യം ദൈവത്തിനില്ല. അളവ് നൂൽ പിടിച്ചുകൊണ്ട് ദേശത്തെ നെടുകയും കുറുകയുമായി വിഭാഗിച്ച് തന്റെ ഈ ഗോത്രങ്ങൾക്കും കുടുംബങ്ങൾക്കുമായി നൽകി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് സൂക്ഷിക്കണം. ദൈവം തന്നതാണെങ്കിൽ അതിനെ നശിപ്പിച്ചു കളയുന്ന, ഇല്ലാതാക്കുന്ന ഒരു പ്രവണത ലോകത്തിലുണ്ട്. ദൈവപ്രമാണങ്ങൾക്ക് വിരോധമായി പോരാടുന്ന ഒരു പ്രമാണം ഈ മണ്ണിലുണ്ട്. അതിനെ പൈശാചിക പ്രമാണം എന്ന് നാം അറിയുന്നു, ബൈബിൾ അങ്ങനെ വിളിക്കുന്നു. ഈ പൈശാചിക പ്രമാണത്തിൽ ദൈവം ഇവർക്ക് അളന്നുകൊടുത്ത ലാൻഡഡ് പ്രോപ്പർട്ടി നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് സാധിക്കാൻ? അതൊക്കെ പിശാചും ദൈവവും തമ്മിൽ തീർക്കട്ടെ. പിശാചിന് ഇങ്ങനെയൊരു താല്പര്യമുണ്ട്, ദൈവപ്രമാണമാണോ അതിൽ നിൽക്കാൻ സമ്മതിക്കത്തില്ല. ഇവിടെയും അങ്ങനെയാണ്, നമ്മുടെ ഇടയിലും അതാണ്. ദൈവപ്രമാണത്തിൽ നിൽക്കുവാൻ പിശാച് സമ്മതിക്കാറില്ല. ദൈവം ഗോത്രങ്ങൾക്ക് പ്രമാണം വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ ഉദാഹരണം വീണ്ടും ആവർത്തിക്കട്ടെ. തിരുവചനത്തിൽ നിന്ന് ഉള്ള കോട്ടിങ്സ് ആണ്, ഭാഗങ്ങളാണ് ഞാൻ എടുക്കുന്നത്. ബെഞ്ചമിൻ ഗോത്രത്തിന് കൊടുത്ത ഭൂമി ബെഞ്ചമിൻ ഗോത്രത്തിൻ്റെ വെളിയിൽ പോകാൻ പാടില്ല. ബെന്യാമീൻ ഗോത്രത്തിൽ 100 കുടുംബങ്ങളുണ്ട്, 1000 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് ഷെയർ ചെയ്യാൻ മാറ്റാം. പക്ഷേ ബെന്യാമീന്യർക്ക് കൊടുത്തത് ബെന്യാമീന്യർക്ക് ഇരിക്കണം. യഹൂദ ഗോത്രത്തിന് കൊടുത്തത് യഹൂദയ്ക്ക് ഇരിക്കണം. ലേവി ഗോത്രത്തിന് അങ്ങനെ പറയാൻ ഒന്നുമില്ല. വ്യത്യസ്ത ഗോത്രങ്ങൾക്ക് കൊടുത്തത് അവരവരുടെ കൈകളിൽ ഇരിക്കണം. ഗോത്രങ്ങൾ മാറി, ഈ വസ്തുവകകൾ മാറരുത്. ഇത് ദൈവത്തിൻ്റെ പ്രമാണമാണ്. ദൈവം എന്നും ചിലരെ ചില കാര്യങ്ങൾക്ക് വേണ്ടി മുൻനിയമിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ലാൻഡിൻ്റെ വർക്കിനെ കുറിച്ച് ചിലത് പറഞ്ഞപ്പോൾ ഇവിടുത്തെ ചർച്ച് കമ്മിറ്റിയോട് പറഞ്ഞു, എല്ലാവർക്കും ഒരു ദേവാലയം പണിയുവാനുള്ള അധികാരം ദൈവം കൊടുത്തില്ല, അത് ശലോമോനെ ഏൽപ്പിച്ചു. എല്ലാവർക്കും ഒരു വസ്തു വാങ്ങുവാനുള്ള അധികാരം ദൈവം കൊടുക്കത്തില്ല, ദൈവം തിരഞ്ഞെടുത്തവരെ മാത്രം ഏൽപ്പിച്ചു. എല്ലാവർക്കും ദേവാലയം പണിയുവാൻ അനുവാദമില്ല, അതിനകത്ത് പ്രത്യേക ഘടകങ്ങൾ പണിയുവാൻ പ്രത്യേകം ആളുകളെ നിയമിച്ചു. ഇതുപോലെ അതാത് ഗോത്രത്തിന് പകുത്ത് കിട്ടിയത് അവരവർ സൂക്ഷിക്കണം. നിങ്ങളുടെ അവകാശങ്ങൾ നഷ്ടമാകാതെ അത് പിടിച്ചുകൊള്ളുവാൻ ഇന്ന് ഈ ഫ്രഷ് ബിഗിനിങ്ങിൽ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ. പ്രവചനത്തിൻ്റെ കൃപാവരം ഒരാളിന് കൊടുത്തു, രോഗശാന്തിയുടെ കൃപാവരം വേറൊരാളിന് കൊടുത്തു, പ്രസംഗത്തിൻ്റെ കൃപാവരം ഇനിയും ചിലർക്ക് കൊടുത്തു, പ്രബോധനത്തിൻ്റെ കൃപാവരം മറ്റൊരാളിനാണ്. ഇങ്ങനെ പല കൃപാവരങ്ങൾ പകുത്തു കൊടുത്തെങ്കിൽ അത് നഷ്ടമാകാതെ സൂക്ഷിക്കുന്നത് നമ്മുടെ കടമയാണ് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. റിസ്റ്റോറേഷനിലേക്ക് വരുമ്പോൾ അത് വീണ്ടും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. അനേക ഏരിയകൾ ദൈവം പകർന്നു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ഒരുവൻ വിവാഹം കഴിച്ചാൽ അത് ബെഞ്ചമിൻ ഗോത്രത്തിൽ തന്നെ ആയിരിക്കണം, അതിൻ്റെ പുറത്തേക്ക് പോകരുത്. ദൈവം വേർപാടിച്ചിരിക്കുന്നു. വേർപാട് കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരപ്പൻ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ തൻ്റെ മക്കൾക്ക് വീതിച്ചിരിക്കണം, ആ കുടുംബത്തിൻ്റെ വെളിയിൽ പോകരുത്. പക്ഷേ ബെഞ്ചമിൻ ഗോത്രത്തിൽ ഒരപ്പന് ആൺകുഞ്ഞുങ്ങളില്ല, പെൺകുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂവെന്ന് ഇരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ പകുത്ത് ഈ പെൺകുഞ്ഞുങ്ങൾക്കാണ് കൊടുക്കുന്നത്. ഈ പെൺകുഞ്ഞിനെ വേറൊരു ഗോത്രത്തിലേക്ക് വിവാഹം കഴിച്ചാൽ ഇവളുടെ വസ്തുവകകളുടെ അവകാശം രണ്ടാമത്തെ ഗോത്രത്തിനാകും. ഒന്നുകൂടെ ആവർത്തിക്കാം. ബെന്യാമീൻ ഗോത്രത്തിലുള്ള ഒരു പിതാവ് ആൺകുഞ്ഞുങ്ങളില്ല, പെൺകുഞ്ഞുങ്ങൾ മാത്രമായിരുന്നു. അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിൻ്റെ വസ്തുവകകൾ അദ്ദേഹത്തിൻ്റെ പെൺമക്കൾക്കായി പകുത്തു. അതുകൊണ്ട് ആൺകുഞ്ഞുങ്ങൾ ഇല്ലാത്ത പെൺകുഞ്ഞുങ്ങളെ നിർബന്ധമായും ബെന്യാമീൻ ഗോത്രത്തിൽ തന്നെ വിവാഹം കഴിപ്പിക്കണം. കാര്യം വിവാഹം കഴിച്ച് വേറൊരു ഗോത്രത്തിലായാൽ വസ്തുവക മാറിപ്പോകും. അത് സംഭവിക്കാതെ പോയാൽ വേറെ ഏതെങ്കിലും യഹൂദ ഗോത്രത്തിലുള്ള ഒരാൾ ബെന്യാമീൻ ഗോത്രത്തിൽപ്പെട്ട ഇത്തരമൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ ബെന്യാമീൻ ഗോത്രത്തിന് അളവുനൂൽ കൊണ്ട് അളന്നു കൊടുത്ത സ്ഥലം ഇപ്പോൾ യഹൂദ ഗോത്രത്തിനാകും. ഇതുപോലെ തന്നെ ഓരോ ഗോത്രങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത് അവരവർ സൂക്ഷിക്കണം. 2, അവരവരുടെ മക്കളെ അവരവർ വളർത്തി.
അവരവരധ്വാനിച്ച് അവരവരുടെ മക്കൾക്ക് ചെലവിന് കൊടുത്ത് അവരെ ഉയർത്തണം. ഇതുപോലെ അവനവൻ്റെ കുടുംബം അവനവൻ പുലർത്തണം. ദൈവം ഒരുപാട് മാനദണ്ഡങ്ങളും നിയമങ്ങളും കൊടുത്തു. ഞാൻ എൻ്റെ കാര്യം മാത്രം ഒരു ഉദാഹരണമായി എടുത്ത് ഒരു പൊതു ഉദാഹരണത്തിന് വേണ്ടി ഞാൻ എൻ്റെ പേരെടുക്കാൻ ആഗ്രഹിക്കുന്നു. XYZ എന്ന് വെച്ചോ, നിങ്ങളിൽ കഴകം കെട്ടവരാരെങ്കിലും ഉണ്ട്, നിങ്ങളുടെ പേര് വെച്ചു. ഞാൻ ഒരു കഴകം കെട്ടവനായിരുന്നു എന്നിരിക്കട്ടെ, നേരത്തിന് എഴുന്നേക്കത്തുമില്ല, ജോലിക്ക് പോകത്തുമില്ല. അങ്ങനെ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ കടം കയറി. ഇല്ലെങ്കിൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ മദ്യപാനം തുടങ്ങി, വല്ലാതെ ജീവിക്കാൻ തുടങ്ങി, വീട്ടിലെ സമാധാനം നഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടിലേക്ക് ദൈവം അനുവദിച്ചത് കളഞ്ഞു കുളിച്ചത് ഞാനാ, വേറെ ആരുമല്ല. പക്ഷേ അങ്ങനെ ഞാൻ കടക്കാരനായി മാറിയാൽ അന്നത്തെ പ്രമാണപ്രകാരം കടം കൊടുക്കുവാനുള്ളവൻ വന്ന് കടം വാങ്ങിയവൻ തക്ക സമയത്തിന് കൊടുത്തിരിക്കണം, അന്നും ഇന്നും. അല്ലെങ്കിൽ വാങ്ങരുത്. അത് ദൈവസന്നിധിയിൽ പാപമാണ്, മരണകരമായ പാപമാണ്, നിശ്ചയമായും നരകത്തിൽ പോകുന്ന പാപമാണ്. തേണ്ട വാങ്ങിപ്പിടിപ്പിച്ചു, തിരിച്ചു കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ലാതെയായി. അന്നത്തെ കണക്കിൽ കടക്കാർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ടുപോയി അടിമകളാക്കും. എനിക്ക് കൊടുത്തു തീർക്കുവാൻ നിവൃത്തിയില്ലാതെ പോയതിനാൽ എൻ്റെ കഴകക്കേട് കൊണ്ട്, എൻ്റെ സ്വഭാവദോഷം കൊണ്ട് എൻ്റെ മക്കൾ അന്യാധീനപ്പെട്ടു പോയാൽ ആ മക്കളെ തൻ്റെ അന്യൻ വന്ന് അടിമയായി പിടിച്ചുകൊണ്ട് പോയാൽ എൻ്റെ മകൻ എനിക്ക് നഷ്ടപ്പെട്ടു, അവൻ എനിക്ക് പോയി. അന്നത്തെ കണക്കിൽ ഭാര്യയെ പിടിച്ച് അടിമയാക്കാം. ഈ അടിമത്വം കൊണ്ട് ഒന്നും തന്നെ കടം തീരുന്നില്ലെങ്കിൽ അവസാനം ഞാൻ തന്നെ എന്നെ തന്നെ അടിമയാക്കി ഒരാൾക്ക് വിൽക്കാം. തേണ്ടേ, ഞാൻ നിനക്ക് ഇത്ര തന്നു തീർക്കാനുണ്ട്, അത് തന്നു തീർക്കുവാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഞാൻ നിനക്ക് അടിമയാണെന്ന് പറഞ്ഞ് സ്വയം അടിമയാക്കി ഏൽപ്പിക്കാം. ഇങ്ങനെ വസ്തുവകകളോ മക്കളോ ഭാര്യയോ സ്വയമോ അന്യാധീനപ്പെട്ടു പോകുകയാണെങ്കിൽ വീണ്ടെടുക്കുവാൻ വേണ്ടി വീണ്ടെടുപ്പുകാരെ ആക്കിയിട്ടുണ്ട്. ഓരോ ഗോത്രങ്ങളിൽ നിന്ന് നഷ്ടമായി പോയത് വീണ്ടെടുത്തു കൊടുക്കുവാൻ വീണ്ടെടുപ്പുകാർ എന്ന ചിലർ ഇസ്രായേലിലുണ്ട്. ഞാൻ ഇന്ന പ്രമാണം എടുക്കുന്നില്ല. തൊട്ടടുത്ത ചാർച്ചക്കാരനോ രക്തബന്ധമുള്ളവനായ ഒരാൾ ഈ വസ്തുക്കൾ വീണ്ടെടുക്കാൻ, കാര്യം അവിടെയും ഗോത്രം മാറുന്നില്ല, തൊട്ടടുത്ത ബന്ധുവോ ചാർച്ചക്കാരനോ ആ ഗോത്രത്തിൽ നിന്ന് മാറാത്ത ഒരുത്തന് ഇത് വീണ്ടെടുത്ത് തരാം, അവരെ വീണ്ടെടുപ്പുകാർ എന്ന് വിളിക്കും. ഇതൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ഈ വസ്തുവക നഷ്ടമായി പോവും. അങ്ങനെ ഇസ്രായേലിന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. കാലങ്ങൾ കൊണ്ട് അവർക്ക് വ്യത്യാസം വന്നു. കർത്താവ് പറഞ്ഞു, അങ്ങനെ വ്യത്യാസം വന്നു പോയാൽ ഓരോ 50-ാം വർഷവും ഞാൻ വീണ്ടെടുപ്പിൻ്റെ വർഷമായി വെക്കും. അതിനെ ജൂബിലി, യോവേൽ വർഷം എന്ന് വിളിക്കും. യോവേൽ വർഷത്തിൻ്റെ പ്രമാണം എന്തൊക്കെയാണ്? യോവേൽ വർഷത്തിൻ്റെ പ്രമാണം: 1, യോവേൽ വർഷത്തിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ ഫ്രീ ആയി മടങ്ങി വരും. ഒരു യോവേൽ വർഷത്തിൽ എനിക്ക് വസ്തുക്കൾ നഷ്ടമായെങ്കിൽ, എൻ്റെ വസ്തുവകകൾ നഷ്ടമായെങ്കിൽ, വേറൊരു ഗോത്രക്കാരൻ കൊണ്ടുപോയെങ്കിൽ ആരോടും ചോദിക്കാതെ അത് തിരിച്ചു വരും. അതേസമയം ഞാനൊരു മറുവശം പറയാം. ബെന്യാമിൻ ഗോത്രത്തിൽപ്പെട്ട ഒരാളിൻ്റെ വസ്തു അന്യാധീനപ്പെട്ടു പോകുകയാണ്. അവിടെയുള്ള ഒരു പെൺകുഞ്ഞിനെ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരു പെൺകുഞ്ഞിനെ യഹൂദ ഗോത്രക്കാരൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ, വിവാഹം കഴിക്കുമ്പോഴേ അവനറിയാം അടുത്ത യോവേൽ വരെ ഇത് കയ്യിലിരിക്കത്തുള്ളൂ, അത് കഴിഞ്ഞാൽ വസ്തുവക പോക്കാം. യോവേലിൽ നിശ്ചയമായി മാറിയിരിക്കും. എൻ്റെ മക്കളിൽ ഒരാളിനെ അടിമയായി ഒരാളിനെ വിറ്റാൽ അവൻ കൊടുക്കുന്ന വില യോവേൽ വർഷം വരെയുള്ള വിലയെ കണക്ക് കൂട്ടത്തുള്ളൂ. ഞാൻ എന്നെ തന്നെ അടിമയായി ഒരുത്തനെ വിറ്റാൽ, ഞാൻ ഒത്തിരി കടം വാങ്ങിച്ചു പോയി, തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ല, ഭാര്യയും മക്കളും എല്ലാം പോയി, അവസാനം ഞാനേ ഉള്ളൂ, എന്നെ തന്നെ അടിമയായി വിറ്റാൽ അടുത്ത യോവേൽ വർഷമാകാൻ എത്ര വർഷം ബാക്കിയുണ്ട് എന്നവർ കണക്ക് കൂട്ടും. 20 വർഷമേ ബാക്കിയുള്ളെങ്കിൽ ആ 20 വർഷത്തിൻ്റെ കൂലിയെ എനിക്ക് കിട്ടത്തുള്ളൂ. 5 വർഷമേ ബാക്കിയുള്ളെങ്കിൽ ആ 5 വർഷത്തിൻ്റെ കൂലിയെ എനിക്ക് കിട്ടത്തുള്ളൂ. കൊടുക്കുന്നത് മുഴുവനും കണക്ക് കൂട്ടിയാണ്. കണക്കില്ലാതെ ദൈവത്തിനൊരു പദ്ധതിയില്ല. ഫ്രീ വിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു പരിപാടി ദൈവത്തിനില്ല. വീണ്ടും അറിഞ്ഞാലും പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും അങ്ങനൊന്നില്ല. ഫ്രീ ഇല്ല, കണക്ക് കൂട്ടി മാത്രമേ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. ഇപ്രകാരം ഒരു യോവേൽ വർഷം വരും. യോവേൽ വത്സരത്തിൽ നഷ്ടപ്പെട്ട വസ്തുക്കൾ അതാത് ഗോത്രത്തിനും അതാത് കുടുംബങ്ങൾക്കും ഓട്ടോമാറ്റിക്കലി മടങ്ങി വരും. യോവേൽ ആയാൽ നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ വസ്തുക്കൾ വന്നു. കർണാടകത്തിൻ്റെ ഭാഷയിൽ കാത്ത തിരികെ നിങ്ങളുടെ പേരിൽ കിട്ടി. അടിമയായി ആരെങ്കിലും പോയെങ്കിൽ ആ അടിമയ്ക്ക് അന്ന് സ്വാതന്ത്ര്യമായി അടിമ മടങ്ങി വന്നു. കടങ്ങൾ ഇളച്ചു കിട്ടി, അതിനപ്പുറത്തോട്ട് ഇനിയൊരു കടമില്ല.
അടിമകൾ സ്വതന്ത്രരാകുന്നു, കടങ്ങൾ ഇളച്ചു കിട്ടുന്നു, വസ്തുക്കൾ നിയമിക്കപ്പെട്ട ഉടമസ്ഥന് മടങ്ങി വരുന്നു. ഇതാണ് യോവേൽ വത്സരം. യോവേൽ വത്സരത്തിൻ്റെ പ്രത്യേകത, യോവേൽ വത്സരം പ്രസിദ്ധമാക്കണം. നിയമിക്കപ്പെട്ട ദിവസം സൂര്യചന്ദ്രന്മാരുടെ നിലയറിഞ്ഞ്, ചന്ദ്രനെയാണ് പ്രത്യേകിച്ചും അവർ കണക്ക് കൂട്ടാൻ എടുക്കുന്നത്, കാലങ്ങളും സമയങ്ങളും അറിയേണ്ടതിന് ദൈവം ആകാശത്തിൽ നക്ഷത്രങ്ങൾ, സൂര്യനെയും ചന്ദ്രനെയും മറ്റും നിയമിച്ചു. അതിൻ്റെ മൂവ്മെൻറ്റിനൊത്തവണ്ണം, കറക്കത്തിനൊത്തവണ്ണം സമയങ്ങളും കാലങ്ങളും പോകണമെന്ന് ദൈവം കണ്ടുവെന്ന് ഉൽപ്പത്തി 1-ാം അധ്യായം മുതൽ പറയുന്നുണ്ട്. ഇതുപോലെ ദൈവത്തിൻ്റെ ഘടികാരത്തിൽ, അതായത് അന്തരീക്ഷത്തിൽ, ഞാൻ വേറൊരു കൊച്ചു ഉദാഹരണം കൊണ്ട് അതൊന്നുകൂടെ വ്യക്തമാക്കാം. ഭൂമിക്ക് ഇന്ന കാര്യങ്ങൾ സംഭവിച്ചിട്ട് എത്ര വർഷമായി? യഹൂദൻ്റെ ഇടയിൽ ഭയങ്കര പ്രശ്നമുണ്ട്. എന്നാണ് നമ്മുടെ യോവേൽ വത്സരം? എന്നാണത് നടക്കേണ്ടത്? എന്നാണിത് നടക്കേണ്ടത്? അവരുടെ കലണ്ടറുകൾ പലതും നഷ്ടമായി. അവരെ ആക്രമിച്ച ശത്രുക്കൾ വംശനാശം വരുത്തേണ്ടതിന് ശ്രമിച്ചവർ ദേവാലയങ്ങളിലും അതുപോലുള്ള സ്ഥാനങ്ങളിലും വരുന്ന രേഖകൾ ചുട്ടുകളഞ്ഞു. പല കണക്കുകൾ ഇന്ന് അവരുടെ ഉണ്ട്. ഇതിലേത് കണക്കാ ശരിയെന്ന് അറിഞ്ഞുകൂടാ. അവരുടെ ഇടയിലെ പ്രമാണിയായ ഒരാൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രസ്താവന ഓർമ്മയുണ്ട്. ആരെല്ലാം നോക്കിയാലും ചൂടാനൊക്കാതെ ചന്ദ്രൻ അവിടെ നിൽക്കുന്നിടത്തോളം ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലക്കണക്കുകൾ കണ്ടുപിടിക്കാൻ ഒരു പ്രയാസവുമില്ല. അതിൻ്റെ ആംഗിളും ഡിഗ്രിയും നോക്കി, സൂര്യനും ഇതുമായുള്ള ബന്ധം നോക്കി, അതായത് വാനശാസ്ത്ര പ്രമാണപ്രകാരം ഞങ്ങൾ കാലങ്ങൾ തിരികെ കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2017 ജോനാഥാൻ ഖാൻ ഒരു പ്രസ്താവന ഇറക്കിയത് എനിക്ക് ഓർമ്മയുണ്ട്. പല രേഖകളും ചുട്ടുകളഞ്ഞെങ്കിലും ചുടപ്പെടാത്ത ചില രേഖകൾ, കാലങ്ങളും സമയങ്ങളും അറിയേണ്ടതിന് വേണ്ടി ദൈവം വെച്ചത് അവിടെ ഉണ്ട്. ഇതിനകത്തെൻ്റെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കറിയാം, എനിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന യോവേലിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുകയാണ്. എൻ്റെ അന്തരാത്മാവ് വിളിച്ചു പറയുന്നു, ഞാൻ യോവേലിലേക്ക് കടക്കുകയാണ്. ഇതൊരു പുതിയ ആരംഭമാണ്. ഇതുവരെ നഷ്ടപ്പെട്ടത് മുഴുവനും തൂത്തുകളഞ്ഞേച്ച്, ഇതുവരെ നഷ്ടപ്പെട്ടത് മുഴുവനും ഡസ്റ്റ് ഔട്ട് ചെയ്തേച്ച് തൻ്റെ ഒരു പുതിയ കണക്ക് ദൈവം എഴുതി തുടങ്ങുന്ന ഒരു പുതുമയാണ് യോവേലിൻ്റെ വർഷം. യോവേലിന് എങ്ങനെയാണ് ഇത് ജനത്തെ അറിയിക്കുന്നത്? യോവേലിൻ്റെ ദിവസമാകുമ്പോൾ മഹാപുരോഹിതൻ ഒരു കാഹളമെടുത്ത് നീട്ടി ഒരു ഊത്തുണ്ട്. ആ കാഹളത്തിൻ്റെ ഊത്ത് കേൾക്കുമ്പോൾ ജനത്തിന് മനസ്സിലാകും, ദാ യോവേൽ വത്സരമായി. ഞാൻ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ച അതേ ഉദാഹരണം ഇല്ലസ്ട്രേഷൻ ഒന്ന് എടുക്കാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഒരടിമയായി പോയി ഒരു വീട്ടിൽ അടിമവേല ചെയ്യുന്നു എന്നിരിക്കട്ടെ. അടിമവേല ചെയ്യുന്ന എൻ്റെ യജമാൻ എന്നോട് പറഞ്ഞു, എടാ യോവേലാകാറായി, നിന്നെ കൊണ്ട് ഒത്തിരി ജോലി ഇനിയും കൂടുതൽ ചെയ്യിച്ചേ പറ്റുള്ളൂ, കാര്യം കറക്റ്റ് യോവേലിന് നിന്നെ വിടണം, അതുകൊണ്ട് ആ ഭാരമുള്ള ചുമട് എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ആരോ ഒരാൾ എൻ്റെ തലയിലോട്ട് ചുമട് പിടിച്ചു തന്നു. ഞാൻ ഈ എടുക്കാൻ പ്രയാസമുള്ള ഭാരമേറിയ ചുമടും കൊണ്ട് വേച്ച് നടന്നു വരുമ്പോഴാണ് യോവേലിൻ്റെ കാഹളം കേൾക്കുന്നതെങ്കിൽ ഞാൻ ആ ചുവട് തറയിലോട്ടിടും. പറഞ്ഞ് എൻ്റെ പഴയ യജമാനനോട് പറയും, ഇനി തനിക്ക് തൻ്റെ പണി നോക്കാം, ഞാൻ സ്വതന്ത്രനായി. എൻ്റെ മക്കളിൽ ഒരാളിനെയായിരുന്നു അടിമയായി പിടിച്ചുകൊണ്ട് പോയതെങ്കിൽ അവനും തൻ്റെ തോളിൽ ഭാരമേറിയ ഒരു ചുമടും കൊണ്ട് വരുമ്പോൾ തൻ്റെ യോവേൽ എൻ്റെ കാഹളം കേട്ടാൽ ചുമട് താഴെയിടാം. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ചിലരുടെ ചുമട് താഴെയിടുവാൻ, ചിലരുടെ ഭാരം താഴെയിടുവാൻ സ്വർഗം ഒരു പുതുമ കൽപ്പിക്കുക. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാനത് പറയുകയാണ്. ദൈവമുമ്പിൽ പ്രമാണത്തോടെ ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറുള്ള ദൈവവൈദ്യരെ, ഒരു യോവേലിൻ്റെ കാഹളം, അത് ഒന്നാമതായി ഒരു കാഹളം ഊതി അറിയിക്കുന്നു. നമുക്കിന്ന് കാഹളം ഒന്ന് ഊതാൻ ഒക്കുമോ? ഒക്കുകയില്ല. ഒക്കുകയെന്ന് നോക്കാം. കാഹളം ഊതി ആ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തേണ്ട മനസ്സിലായി, എൻ്റെ അടിമത്വം തീർന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വാക്കാകുന്ന കാഹളം കൊണ്ട് ഇപ്പോഴെ ശബ്ദം ധ്വനിപ്പിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ചിലരുടെ സ്വതന്ത്രരാകാം. ഒരു പുതുമയ്ക്ക് വേണ്ടി ചിലരുടെ സ്വതന്ത്രരാകാം. ഞാൻ പറഞ്ഞ അക്ഷരികമായി ആ കാഹളം മുഴക്കുവാൻ ഞങ്ങൾ ശ്രമിക്കാം. യോവേലിൻ്റെ കാഹളമല്ല, നമ്മുടെ കാഹളം ധ്വനിപ്പിക്കാൻ ശ്രമിക്കാം. ഇനിയും ദേവാലയത്തിൽ മഹാപുരോഹിതൻ യോവേലിൻ്റെ കാഹളം ഊതുമ്പോൾ കേട്ടു നിൽക്കുന്ന കൊച്ചു ഗ്രാമങ്ങളിലുള്ള ആ സിനഗോഗുകളിലുള്ള പുരോഹിതന്മാർ അവരവരുടെ ഭാഷയിൽ, എന്തൊക്കെയാണ് അവരുടെ ഭാഷാ ശൈലി എന്ന് എനിക്കറിയാൻ വയ്യ, അവരവരുടെ ഭാഷയിൽ അവർ യോവേൽ വർഷം പ്രസിദ്ധമാക്കുകയും രാജ്യം മുഴുവനും മിനിറ്റുകൾക്കകം യോവേലിൻ്റെ പ്രസിദ്ധീകരണം നടക്കുകയും ചെയ്യും എന്ന് മറക്കരുത്. യോവേലിൻ്റെ പ്രസിദ്ധീകരണം രാജ്യം മുഴുവനും നടക്കുകയാണ്. രാജ്യത്ത് മുഴുവനും ഒരു പുതിയ ഉത്സാഹം, ഒരു പുതിയ ഉന്മേഷം, ഒരു പുതിയ ആഘോഷം, ഒരു പുതിയ കാര്യം. എന്തുകൊണ്ട്? തൻ്റെ യോവേൽ സംവത്സരമായി. ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ
ഇന്റർനെറ്റിലൂടെ ഞങ്ങൾ ഈ യോവേലിൻ്റെ സന്ദേശം വിളിച്ചു പറയട്ടെ. എന്തുകൊണ്ടോ ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഇന്നത്തെ ഹാർവസ്റ്റ് ടെലിവിഷനിൽ ഇതേ യോവേൽ സന്ദേശം ധ്വനിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നടക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കളെ, ബേഥേലൈറ്റ്സ്, ആമേൻ. നമ്മളിത് പ്രസിദ്ധീകരിക്കുന്ന നമ്മുടെ സമൂഹത്തിലാണ്. ഹല്ലേലൂയ. ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങട്ടെ, ദൈവാത്മാവിനെ നയിക്കുന്നതനുസരിച്ച്. ബേഥേലൈറ്റ്സ്, നിങ്ങൾക്ക് വേണ്ടി ഈ കാഹളം ധ്വനിപ്പിക്കുവാൻ ഇന്ന് സ്വർഗത്തിന് തിരിഹിതമായി. പഴയ നിയമത്തിൽ കാഹളം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ യോവേൽ സംവത്സരം എന്ന് പറയുമ്പോൾ, ഒരല്പം കൂടെ മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാകും. പുതിയ നിയമത്തിൽ അതിനെ യഹോവയുടെ പ്രസാദ വർഷം എന്നാണ് വിളിക്കുന്നത്. പുതിയ നിയമത്തിൽ അതിനെ യഹോവയുടെ പ്രസാദ വർഷം എന്നാണ് വിളിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ലൂക്കോസ് 4:19, ദയവായി ആരെങ്കിലും ഒരാൾ വായിക്കാമോ? കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഒരു വാക്യം മേളിൽ നിന്ന് വായിച്ചാട്ടെ, 18 മുതൽ വായിച്ചാട്ടെ. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഒരു തിരുവചന ഭാഗം പഴയ നിയമത്തിൽ നിന്ന് എടുത്ത് യെരുശലേം ദേവാലയത്തിൽ വായിക്കുകയാണ്. യേശുവിൻ്റെ സ്നാനശേഷം 40 നാളുകളിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശു യെരുശലേം ദേവാലയത്തിലേക്ക് മടങ്ങി വന്നു. ഞാൻ 2 മിനിറ്റ് കൊണ്ട് അത് വേഗത്തിൽ പറയാം. യെരുശലേം ദേവാലയത്തിൽ ശബത്ത് നാളിൽ ഭാരമുള്ള ഘനമുള്ള ഒന്നും എടുക്കാൻ പാടില്ല. യെശയ്യാവിൻ്റെ പുസ്തകം 25 കിലോഗ്രാം ഭാരമുള്ള ഒരു തോൽ ചുരുളാണ്. യെരുശലേം കാണാൻ പോയിട്ടുള്ളതിൽ ഇൻട്രസ്റ്റോടുകൂടെ കണ്ടിട്ടുള്ളവർക്കെല്ലാം കണ്ടു കാണാൻ സാധ്യതയുള്ള ഒന്നാണ്. ഞാൻ കണ്ടതാണ്. 25 കിലോഗ്രാം ഭാരമുള്ള ഒരു ചുരുളാണ് യെശയ്യാവിൻ്റെ പുസ്തകം. 25 കിലോഗ്രാം ഭാരമുള്ള ഒരു പുസ്തകം ശബത്ത് നാളിൽ എടുത്തു പൊക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്യും? വെള്ളിയാഴ്ച വൈകിട്ട് വന്ന് 1-ാം പാഠഭാഗം 2-ാം പാഠഭാഗമെന്ന് ഇന്നത്തെ പള്ളികളിൽ എഴുതി വെക്കുന്നത് പോലെ അന്നന്ന് അതാത് ശനിയാഴ്ച വായിക്കേണ്ട വേദഭാഗങ്ങൾ എഴുതി വെക്കുകയും അത് മേശപ്പുറത്ത് നിവർത്തി വയ്ക്കുകയും ചെയ്യും. വെള്ളിയാഴ്ച വൈകിട്ട് നിവർത്തി വെച്ചിട്ടുണ്ട്. യഹൂദന്റെ ന്യായപ്രമാണം അല്ലാതെ ദേവാലയത്തിൽ ഒന്നും വായിക്കത്തില്ല. മറക്കരുത്, യഹൂദ ദേവാലയത്തിൽ വായിക്കുന്നത് മോശയുടെ 5 പുസ്തകങ്ങളിൽ നിന്നല്ലാതെ വെളിയിൽ നിന്ന് വായിക്കത്തില്ല. എൻ്റെ യേശു പതിവിന് വിരോധമായി ആത്മാ അഭിഷേകം പ്രാപിച്ചവനായി അന്ന് ദേവാലയത്തിലേക്ക് കയറി. വായിക്കേണ്ടതിന് അവൻ ദേവാലയത്തിൻ്റെ അതിൻ്റെ പുൾപിറ്റിനോടടുത്തു. അവിടെ ഏതോ ഒരു ന്യായപ്രമാണ ഭാഗം നിവർത്തി വെച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷേ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇതല്ല ഇന്നത്തെ വായന, യുഗം മാറുകയാ. പണ്ഡിതിനെ യോവേൽ എന്ന് വിളിച്ചിരുന്നു. ഇന്ന് യഹോവയുടെ വിമോചന ദിവസമാണ്. യുഗം മാറുകയാണ്. താൻ അവിടെ ഇരുന്ന് പുസ്തകം സൂക്ഷിപ്പുകാരനെ ചൂണ്ടി, ലൈബ്രറിനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, കൊണ്ടുവാ യെശയ്യാവിൻ്റെ പുസ്തകം. ന്യായപ്രമാണ ലംഘനമാണ്. 25 കിലോഗ്രാം ഭാരമുള്ള ഒരു ചുരുളാണിത്. ശബത്ത് നാളിൽ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ച ഉടയവന്റെ ശബ്ദം അയാളെ ഇരിക്കാൻ അനുവദിക്കാതെ പൊക്കി. ആ മനുഷ്യൻ എഴുന്നേറ്റു. ചുരുട്ടി വെച്ചിരിക്കുന്ന യെശയ്യാവിൻ്റെ പുസ്തകം, അത് പലരും കണ്ടു കാണാം, പല ഇടങ്ങളിൽ അതിൻ്റെ കോപ്പികളുണ്ട്. ചുരുട്ടി വെച്ചിരുന്ന യെശയ്യാവിൻ്റെ പുസ്തകം 25 കിലോഗ്രാംസ് എടുത്തു പൊക്കി കൊണ്ടുവന്ന് ആ ന്യായപ്രമാണ പുസ്തകത്തിൻ്റെ മീതെ വെച്ചു. ഇതിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കല്ല്, തല്ലിന് പകരം തല്ല്, ന്യായപ്രമാണമാണ്. അതിൻ്റെ മുകളിലേക്ക് ഈ പുസ്തകം കൊണ്ടുവച്ചു. എൻ്റെ യേശു ചുരുൾ തള്ളി നിവർത്തു. 60-ാമത്തെ അധ്യായത്തിലേക്ക് വന്നു. 61-ാമത്തെ അധ്യായത്തിലേക്ക് കയറി. യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. മറക്കരുത്, അഭിഷേകത്തെ കുറിക്കുന്ന ക്രിസ്തുവിന്റെ പ്രസ്താവന അന്നത്തെ സഭയെ 2ആയി വേർതിരിച്ചു. ഒരു കൂട്ടം ആളുകൾ പറഞ്ഞു, തള്ളടാ അവനെ, കൊല്ലടാ അവനെ, അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്ക്. വേറൊരു കൂട്ടം ആളുകൾ പറഞ്ഞു, ഇതെന്തോ ഒരു ലാവണ്യ വാക്ക്, ഇതിനകത്ത് രണ്ടൊരു ലാവണ്യ ശബ്ദമുണ്ട്, ഇതിനകത്തൊരു അധികാര സ്വരമുണ്ട്. ജനത്തെ 2ആയി തിരിച്ചുകൊണ്ട് യേശു അന്ന് വായിച്ചതിനെയാണ് പ്രസാദ വർഷം എന്ന് പറയുന്നത്. ഇത് യെശയ്യാവ് 61-ന്റെ 2 കിടപ്പുണ്ട്. ഒന്നുകൂടെ വായിച്ചേക്കാം. അതും കൂടെ. എളിയവരോട് സദ്വർത്താനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. നിൽക്കട്ടെ, യോശുവയുടെ കാലത്ത് അളന്ന് പകുത്തു കൊടുത്തതായ യഹൂദന്റെ നാട്,
ആ കുടുംബങ്ങളുടെ അവകാശത്തിൽ നിന്ന് അന്യാധീനമായി പോയപ്പോൾ ഒരു യോവേൽ വത്സരം കൊണ്ട് അതിനെ വീണ്ടെടുത്തെങ്കിൽ, ആദമിൻ്റെ കാലത്ത് അടക്കി വാഴുക എന്ന് പറഞ്ഞ് ജനത്തിനു വേണ്ടി വിട്ടുകൊടുത്തതായ ആ നാട് പിന്നത്തേതിൽ നഷ്ടമായി പോയെങ്കിൽ അതിനെ തിരിച്ചു കൊണ്ടുവരേണ്ടതിന് ഒരു ദൈവപുത്രനെ അയക്കുന്ന, സ്ത്രീയുടെ സർപ്പത്തിന്റെ തലയെ തകർക്കുന്ന സ്ത്രീയുടെ സന്തതിയായി പിറന്നവനെ കാലങ്ങൾക്ക് മുന്നമേ ഏദന്റെ മണ്ണിൽ തന്നെ അഭിഷേകത്തിന്റെ സൂചനയുള്ള വാക്കുകളാൽ ദൈവം മുൻ നിയമിച്ചതിനാൽ യെശയ്യാവ് വിളിച്ചു പറഞ്ഞിരുന്നു, തേണ്ട ദൈവത്തിന്റെ പ്രസാദ വർഷം അറിയിക്കേണ്ട ദിവസം യേശു ദേവാലയത്തിൽ വന്നു നിന്നേച്ചു പറഞ്ഞു, അന്ന് യെശയ്യാവ് പറഞ്ഞതുണ്ടല്ലോ, എന്റെ തലമേൽ വിരിപ്പുണ്ട്, അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ഈ കാഹളം യെരൂശലേമിൽ ഊതിയെങ്കിൽ, മഹാപുരോഹിതൻ ഊതിയെങ്കിൽ, ഇതിന്റെ ധ്വനികൾ ഓർപ്പിക്കുവാൻ അഭിഷക്തരായ ഞങ്ങളെ ഏൽപ്പിച്ച ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിയമിച്ചതും ദൈവം അനുവദിച്ചതും നിങ്ങൾ നഷ്ടമാക്കിയതുമായ പലതും, അല്ലെ നഷ്ടമായി പോയതുമായ പലതും ഈ പകൽ മടങ്ങി വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ പകൽ മടങ്ങി വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞാനൊരു എക്സ്ട്രീമിലേക്ക് പോകട്ടെ. ഒരു എക്സ്ട്രീമിലേക്ക്, ഒരാടിനെ ഒരു കള്ളൻ മോഷ്ടിച്ചു, അവനെ പിടികിട്ടിയാൽ അവൻ 4 ആടിനെ തിരിച്ചു കൊടുക്കണം. ഒരു കാളയെ ഒരു കള്ളൻ മോഷ്ടിച്ചു, അതിനെ തിരിച്ചു പിടിച്ചു അവനെ പിടികിട്ടിയാൽ 5 കാളയെ മടക്കി കൊടുക്കണം. ഇന്ന് പകൽ സഭ എന്ന അധികാരത്തിൽ ദൈവദാസൻ എന്ന പദവിയിൽ നിന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയവർക്ക് 4 ഇരട്ടിയും 5 ഇരട്ടിയും മടക്കി കൊടുക്കുവാൻ, ഹേ ദുഷ്ടപിശാചേ, കവർന്നു കൊണ്ടുപോയ ശക്തികളെ തിരിച്ചു കൊണ്ടുവാ. ഹെവി റിസ്റ്റോറേഷൻ, ഹെവി റിസ്റ്റോറേഷൻ ഇന്ന് പകൽക്കാലം നടക്കട്ടെ. നിശ്ചയമായിട്ടും ഹാർവസ്റ്റിൽ പോയ മെസ്സേജ് ഈ സ്റ്റാൻഡേർഡ് അല്ല. വേറെ ചില ആശയങ്ങളാണ് അതിനകത്ത് പോയത്. ദൈവത്തിനറിയാം ആരോടൊക്കെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് ഇടപെട്ടതെന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ 21 ദിവസത്തെ ഉപവാസത്തിൻ്റെ വിടുതലിന് ശേഷം ഇന്ന് പകൽ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ പുതിയ ആരംഭം തുടങ്ങട്ടെ, കുറിക്കട്ടെ. ആ പുതിയ ആരംഭത്തെക്കുറിച്ച് പറയട്ടെ. മക്കൾ നഷ്ടമായവരെ, അടിമത്വത്തിലേക്ക് സാത്താൻ കൊണ്ടുപോയവരെ യേശുവിൻ്റെ നാമത്തിൽ സഭയായി ഞങ്ങളെ പൈശാചിക ശക്തികളോട് തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. തിരിച്ചുകൊട്. സമാധാനം നഷ്ടമായി പോയ കുടുംബങ്ങൾക്ക്, നരക ജീവിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് മടങ്ങി വരാം. ഇനിയും പുതിയ തുടക്കങ്ങൾക്ക്, ഞാൻ പറഞ്ഞു പുതിയ തുടക്കം എന്ന് പറയുന്നത് പഴയത് ക്യാൻസൽ ചെയ്ത് വെച്ച് ഏതാണ്ട് ഫ്രഷ് തുടങ്ങുകയല്ല. പഴയതിൻ്റെ പുറത്തൊരു പണി നടക്കുകയാണ്. ചില ഉദാഹരണങ്ങൾ തിരുവചനത്തിൽ നിന്ന് എടുക്കാം. ഒന്ന്, പഴയ നിയമത്തിലെ 1 രാജാക്കന്മാരുടെ പുസ്തകം 19:5 ദൂതൻ വന്ന് ഏലിയാവിനെ തട്ടി ഉണർത്തുന്നത്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ടവരടയും ഒരു തുരുത്തി വെള്ളവും തലക്കലിരിക്കുന്നത് കണ്ടു. നിൽക്കട്ടെ, ഏലിയാവ് ഒത്തിരി അധ്വാനിച്ചവനാ. എവിടുത്തുകാരനാണെന്ന് പോലും വ്യക്തതയില്ലാത്ത തിസ്ബ്യനായ ഏലിയാവ് എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ഹിസ്റ്ററി ഒന്നും ബൈബിളിൽ ഞാൻ കാണുന്നില്ല. ഈ ഏലിയാവിനെ ദൈവം വിളിച്ചു. ഏലിയാവ് ദൈവത്തിന് വേണ്ടി നിന്നു. ഏലിയാവ് ദൈവശബ്ദം കേട്ടു. ആഹാബ് രാജാവിന് വിരോധമായി പ്രവചിക്കുവാൻ, രാജ്യത്തിന് വിരോധമായി പ്രവചിക്കുവാൻ ഒരു നിയമനമുണ്ടായി. തല പോകുമോ എന്ന് ഭയമുണ്ടായിരുന്നു. ഇസബേലിനെ ഭയപ്പെട്ടെങ്കിലും, ആഹാബിന്റെ ഭാര്യയായ രാജ്ഞിയെ ഭയപ്പെട്ടെങ്കിലും അദ്ദേഹം ആഹാബിന് വിരോധമായി പ്രവചിച്ചു. ആഹാബിനും രാജ്യത്തിനും വിരോധമായി പ്രവചിച്ചു. ദീർഘകാലം ഒളിച്ചു പാർക്കേണ്ടതായി വന്നു. നീണ്ട 3.5 വർഷക്കാലം കെരീത് തോട്ടിന്റെ തീരത്ത് കിടന്നു. ഒരു കാക്കയുടെ ചുണ്ടിൽ നിന്ന് ലഭിക്കുന്ന അല്പമിറച്ചിയും അത്രയും ആഹാരവും മാത്രം കഴിച്ചുകൊണ്ട് നീണ്ട നാളുകൾ ഏലിയാവ് 3.5 വർഷം തോട്ടിലെ വെള്ളം കുടിച്ച് ജീവിച്ചു. തുടർന്ന് ദൈവം ഏലിയാവിനോട് പറഞ്ഞ്, എഴുന്നേൽക്ക്, ഈ തോട് വറ്റാൻ പോകുകയാണ്. നീ എഴുന്നേറ്റ് സാറാഫത്തിലേക്ക് പോകുക. സാറാഫത്തിലെ വിധവയുടെ വീട്ടിൽ ഏലിയാവ് പോയി താമസിച്ച വിധവയുടെ വീട്ടിൽ അവൾ വിധവയാണെങ്കിലും ദൈവകൃപ തെളിയിച്ചുകൊണ്ട്, സാക്ഷ്യം തെളിയിച്ചുകൊണ്ട് അവിടെ ജീവിക്കുകയും സാറാഫത്തിലെ ശക്തികൾ ഏലിയാവിനെ കണ്ട് ഞെട്ടുകയും ചെയ്തു. നിശ്ചയമായും എല്ലാ തരത്തിലുമുള്ളതായ ടെംപ്ടേഷൻസ് ഏലിയാവിൻ്റെ മേൽ ഇട്ട് കാണും.
നീണ്ടിൽ സെമി പട്ടിണി കിടന്നവനെ, ഈ കുടുംബം കഴിക്കുന്ന സകല ആഹാരവും നിന്റെ കയ്യിൽ നിന്ന് പോയതാണെന്ന് മറക്കരുത്. ഈ കുടുംബത്തിൽ നിനക്ക് പൂർണ്ണ അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. ബി ഫ്രീ, ബി ഫ്രീ. ഇത് പല ആവർത്തി പിശാച് പറഞ്ഞു കാണും. പക്ഷെ ഏലിയാവ് പറഞ്ഞു, ഹേ പിശാചേ, നീ പറയുന്നത് പോലെ നടക്കുന്നവനല്ല ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ദാസനാ, ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ദാസനാ. ചില പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ, ചില പിടിച്ചു നിൽക്കാൻ പ്രയാസമുള്ള ടെംപ്ടേഷൻസിൻ്റെ നടുവിൽ അകപ്പെടുമ്പോൾ, ഞാനും പറഞ്ഞത് ഓർമ്മയുണ്ട്, ഞാൻ ദൈവദാസനാ. എൻ്റെ ജീവിതത്തിൽ ഒരു ദൈവദാസൻ്റെ പരിധിക്ക് അപ്പുറത്ത് പോകത്തില്ല. ഞാൻ ദൈവദാസനാ. ഈ ദൈവദാസനായ എന്ന പദത്തോടുകൂടെ തേണ്ട ആ സാറഫത്തിലൂടെ നടക്കുന്നത് കൊണ്ട് അവിടുത്തെ ദേവന്മാർക്ക് ചവിട്ട് കിട്ടി. അവർക്ക് ഏലിയാവിനെതിരെ ഒന്നും ചെയ്യാനില്ലാതെയായി. അവനെതിരെ ഒരു വാക്ക് മിണ്ടുവാൻ ആർക്കും ഒക്കാതെ പോയി. മാത്രവുമല്ല, ദൈവം ചിലപ്പോൾ ചിലതിൻ്റെ വായ അടച്ചാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ ഒക്കാതെ വരും. മിസ്രയീമിൽ നിന്ന്, ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്ന മിസ്രയീമിൽ നിന്ന്, ഫറവോന്റെ ശക്തിയുടെ നടുവിൽ നിന്ന് ഇസ്രായേൽ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരുടെ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വാങ്ങിക്കൊണ്ട് അവർക്ക് ഭക്ഷിപ്പാനുള്ള ആഹാരത്തിൽ ഒക്കുന്നിടത്തോളം കെട്ടുകളായി കെട്ടിയെടുത്തോണ്ട് ഇറങ്ങുമ്പോൾ ഒരു പോലും നാവനക്കയില്ലെന്നാണ് പറയുന്നത്. ഒന്ന് കുരയ്ക്കാൻ ഒരു പട്ടിക്ക് കഴിയാതെ പോയി. എന്തു പറ്റി? ഒന്ന് മൂടുന്ന ദൈവശക്തി ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ നമ്മെ ഒന്ന് മൂടുന്ന ഒരു ദൈവശക്തി നമ്മുടെ ഇടയിലൊന്ന് ഇറങ്ങി നടക്കട്ടെ. ഏലിയാവിന് വിരോധമായി നാവനക്കാൻ ഒരു ശക്തിക്ക് കഴിയാതെ വണ്ണം ആ ശക്തികൾ അടഞ്ഞുപോയി. ഈ ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീയിറക്കി. ഒത്തിരി വിശദീകരണമുണ്ട്. സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ജീവനുള്ള ദൈവം ആരെന്ന് തൻ്റെ വ്യവസ്ഥയാൽ തെളിയിച്ചു. പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് തീയിറക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ പോകുമ്പോൾ രോഗികളെ സൗഖ്യമാക്കുക, നിങ്ങൾ പോകുമ്പോൾ മരിച്ചവരെ ഉയർപ്പിക്കുക, നിങ്ങൾ പോകുമ്പോൾ കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുക, നിങ്ങൾ പോകുമ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുക, നിങ്ങൾ പോകുമ്പോൾ സുവിശേഷം നടത്തുക. മർക്കോസിന്റെ സുവിശേഷം 16 യേശു പറയുന്നത് അതാ, നിങ്ങളിത് ചെയ്യണം. അവർ പുറപ്പെട്ടു പോയി യേശു പറഞ്ഞത് ചെയ്തു. യേശു പറഞ്ഞത് ചെയ്തതിനാൽ ദൈവത്തിൻ്റെ വചനത്തെ താൻ ഉറപ്പിച്ചു. ഈ ദിവസങ്ങളിൽ ദൈവവചനം ഉറപ്പിച്ചുകൊണ്ട് ഇറങ്ങി നടക്കുന്ന ദൈവപൈതലേ, ദൈവവചനം തെളിയിച്ചുകൊണ്ട് ഇറങ്ങി നടക്കുന്ന ദൈവപൈതലേ, നിങ്ങൾക്കെതിരെ നാവനക്കാൻ ഒരു ശക്തിയെ അനുവദിക്കാതെ. എനിക്കറിയാം പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. കർത്താവേ, ഏലിയാവ് നിന്നതും അതുപോലെയാ. പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഞാൻ യേശുവിന്റെ നാമം ഉയർത്തി പറയട്ടെ, ചില അത്ഭുതങ്ങൾ ദേശത്ത് നടക്കുവാൻ, ചില വീര്യപ്രവർത്തികൾ ദേശത്ത് നടക്കുവാൻ, ദൈവത്തിന്റെ നാമത്തെ നാം ഒരുമിച്ചൊന്ന് ഉയർത്തുന്ന സാഹചര്യം ഉണ്ടാകുവാൻ, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ദൈവം വചനത്തെ അവരുടെ നടുവിൽ സ്ഥാപിച്ചു എന്ന് പറയുന്നത് പോലെ ചില അനുഭവങ്ങൾ ദൈവം തരട്ടെ. ഈ ഏലിയാവ് ഒടുവിൽ ഭയന്നു. ഒരു ചൂരച്ചിലയുടെ കീഴിൽ വന്ന് കിടന്നു. വരുന്ന വഴിക്കും അദ്ദേഹത്തിൻ്റെ ഭൃത്തിനെ കൊണ്ട് പ്രോപ്പർലി താമസിപ്പിച്ചു. കാര്യങ്ങൾ നോക്കാതെ ഇറങ്ങി ഓടുകയൊന്നും അല്ലായിരുന്നു കേട്ടോ. കാര്യങ്ങളൊക്കെ നോക്കുകയും കണ്ടും ചെയ്തു. തൻ്റെ ഭൃത്തിനെ കൊണ്ട് പാർപ്പിച്ചു വെച്ച്. പക്ഷേ ഭൃത്യൻ്റെ കാര്യം പറയുമ്പോഴും അത് വേറൊരു തമാശ. ഇവനായിരുന്നു സത്യത്തിൽ ഇരട്ടിപ്പങ്ക് ഏലിയാവിൻ്റെ എന്ന് പ്രാപിക്കേണ്ട മണ്ടൻ. ഏലിയാവിൻ്റെ കൂടെ ഒരു ആയുസ് മുഴുവൻ ഇവൻ നടന്നതാ. പക്ഷെ ഏലിയാവിനെ കൊന്നുകളയുമെന്ന് ഭീഷണി ഉണ്ടായി എന്ന് കേട്ടപ്പോൾ അവൻ വിട്ടുപോയി. പണ്ട് സോഷ്യൽ മീഡിയക്കാർ ബഥേലിനെതിരെ ചില ആരോപണങ്ങൾ കൊണ്ടുവന്നപ്പോൾ അർത്ഥശൂന്യമായത് വിട്ടുപോയ പല പുള്ളികളെ എനിക്കറിയാം. ഈ ഭൃത്യം പോയ പോലെ അവനെ കൊണ്ട് പാർപ്പിച്ച ഏലിയാവ് ഒരു ചൂരച്ചിലയുടെ കീഴേ കയറി പറഞ്ഞു, കർത്താവേ, ഇവിടം കൊണ്ടങ്ങ് നിർത്തിയേക്കാം. ഞാൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്, വേറെ ആരുമില്ല. ഇവിടം കൊണ്ട് ഞാനും എൻ്റെ ജീവൻ അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. ആത്മഹത്യയൊന്നല്ല, അങ്ങനെ എടുത്തോണേ. ഒരു ദൂതൻ വന്ന് ഏലിയാവിനെ തട്ടി അപ്പവും ഇറച്ചിയും കൊണ്ട് കൊടുത്തു. എന്താ കർത്താവേ, കാക്ക അയച്ചാൽ പോരായിരുന്നോ? ഏലിയാവിന് വേണ്ടി ഒരു ദൂതനെ മെനക്കെടുത്തണോ? കാക്ക പോരായിരുന്നോ? സ്വർഗത്തിലെ ദൈവം പറയും, മോനെ, കാക്ക എപ്പോഴയക്കണമെന്ന് എനിക്കറിയാം, ഏലിയാവിനെ എപ്പോൾ അയക്കണമെന്ന് എനിക്കറിയാം. ഇന്ന് തിരുവത്താഴത്തിന് ഇവിടെ പാടിയ ഒരു പാട്ടുണ്ട്. എത്ര ഡസൺ ടൈംസ്, മേ ബി നൂറുകൾ കണക്കിന് പ്രാവശ്യം ഞാൻ കേട്ടതാ. ഇന്ന് അതിനകത്തെ ഒരു പദം എൻ്റെ അകത്തോട്ട് കയറി. നിന്റെ സമ്പാദ്യം ഞാൻ രക്ഷക. അങ്ങയുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ഞാനാ. എലിയാവേ, ദൈവത്തിൻ്റെ നിക്ഷേപം നീയാ.
മലയാളികൾക്ക് എല്ലായിടത്തും ഉള്ളൊരു പ്രശ്നമായി എനിക്ക് ഒത്തിരി ഉണ്ട് ഈ നീ എന്ന് പറഞ്ഞു പോകുന്നത്. ക്ഷമിക്കണം, കേട്ട് പഠിച്ചു. എലിയാവേ, എൻ്റെ നിക്ഷേപമെന്ന് പറയുന്നത് അങ്ങ എലിയാവേ, അങ്ങേ ചുരച്ചെടി കീഴ് കളയത്തില്ല, പരാജയത്തിൻ്റെ നടുവിൽ തുടക്കത്തില്ല. ഇപ്പകൽ എന്നെ കേൾക്കുന്ന ദൈവിക നിക്ഷേപങ്ങളെ, ദൈവിക നിക്ഷേപങ്ങളെ നമ്മെ ഒരിക്കലും ചൂരച്ചിരുടെ കീഴിൽ തള്ളത്തില്ല. ഏലിയാവ് കരഞ്ഞത് അദ്ദേഹത്തിൻ്റെ അവിവേകത്തിൽ നിന്നാണ്. ഏലിയാവ് കരഞ്ഞത് അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ നിന്നാണ്. എനിക്ക് ഏറ്റവും ഒടുവിൽ ചെയ്തു തീർക്കേണ്ട കടമയും തീർത്തു, പാർപ്പിക്കേണ്ട ശിഷ്യനെ പാർപ്പിച്ച് എൻ്റെ കടമകൾ തീർന്നു, ദൈവമേ എടുത്തോണേ. ദൂതൻ പറഞ്ഞു, ഏലിയാവേ, നോ, അങ്ങയ്ക്ക് ദൂരയാത്രയുണ്ട്, എ ഫ്രഷ് ബിഗിനിങ്. അടുത്ത ഫ്രഷ് ബിഗിനിങ്. ഇറ്റ്സ് നോട്ട് എ ഷോർട്ട് ട്രിപ്പ്. ഇറ്റ്സ് നോട്ട് എ ഷോർട്ട് ട്രിപ്പ്. ഒരു ചെറിയ യാത്രയല്ല, ഒരു ദീർഘയാത്രയുണ്ട്, ഒരു ദൂരയാത്രയുണ്ട്. ഈ യാത്രയിൽ അങ്ങ് ചില വലിയതൊക്കെ ചെയ്യും. ഈ യാത്രയിൽ അവിടം വരെ എത്തുമെന്ന് ഞാൻ നോക്കട്ടെ. ഏലിയാവ് അവിടുന്ന് എഴുന്നേറ്റു. 2 പ്രാവശ്യം അട കൊടുത്തു, 2 പ്രാവശ്യം വെള്ളം കുടിപ്പിച്ചു. ഏലിയാവ് എഴുന്നേറ്റു. ഏലിയാവ് എഴുന്നേറ്റ് ദൈവത്തിൻ്റെ പർവ്വതം വരെ 40 രാപകലുകൾ നടന്നു. ഒരൊറ്റ ആഹാരത്തിൻ്റെ ബലം 2 പ്രാവശ്യം കൊടുത്തു. ഒരൊറ്റ ആഹാരത്തിൻ്റെ ബലം 40 രാവും 40 രാത്രിയും ഒറ്റ നടപ്പ്. മല കയറാൻ, എനിക്ക് മല കയറുന്നത് വലിയ പ്രയാസമാണ്. സുൽബാസ് ഇന്നലെ എക്സാമ്പിളൊക്കെ കാണിച്ച് സ്റ്റെപ്പ് ഇങ്ങോട്ട് കയറുന്നത്, എനിക്കാണെങ്കിൽ ഇത് കയറുന്നത് പോലും ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ ഞാൻ ഈ 2 പടി വീതമായിരുന്നു ചവിട്ടി കയറുന്നത്. ഇപ്പോൾ പിള്ളേരിങ്ങോട്ട് കയറുമ്പോൾ എല്ലാം ഞാൻ ശ്രദ്ധിക്കും എത്ര പടി ചവിട്ടുന്നുണ്ടെന്ന്. പലരും ചിലതെല്ലാം 2 പടി ചവിട്ടും. നല്ല പിള്ളേരാണ് നല്ലത്. എനിക്കും ആരോഗ്യം ഉണ്ടായിരുന്ന കാലത്ത് ചവിട്ടി. പക്ഷെ കൂടുതൽ സ്റ്റെപ്പുള്ളിടത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ക്യാൻസറിൻ്റെ സർജറി കഴിഞ്ഞ് ഒരാളിനെ അർജൻറ്റായിട്ട് കണ്ടേ തീരൂ എന്ന് പറഞ്ഞ് അവർ വിളിച്ച് വീട്ടിൽ വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ വന്ന എൻ്റെ ഓർമ്മയിൽ 3-ാം നിലയിലാണ് അവർ താമസിക്കുന്നത്. അവിടം വരെ ഞാൻ കയറി പറ്റുകയില്ല, എന്നെ എടുക്കേണ്ടി വരും. നിങ്ങൾ മേളത്തെ നിലയിലല്ലേ താമസിക്കുന്നത് പറഞ്ഞു. അല്ല പാസ്റ്റർ എന്ന് പറഞ്ഞാൽ വീട് മാറിക്കാണോന്ന് കണ്ട ഞാൻ ചെന്നേ. ഞാനവിടെ ചെന്നപ്പോൾ എനിക്ക് ഗ്രൗണ്ട് ഫ്ലോറിലൊരു കസേര കിട്ടി തന്നു. അതുവരെയും കാറയില്ല, കുഴപ്പമില്ല. എന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാം കൂടി ഇവിടെ വരാം, ഇവിടെ ഒന്ന് മുട്ടുകുത്താം, ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഇതിനകത്ത് ഇരിപ്പുണ്ട് എല്ലാവരും. കയറ്റം കയറാൻ പലപ്പോഴും ക്ഷീണമാണ്. 40 രാവും 40 പകലും നടന്നേച്ചു വരുന്ന ഏലിയാവേ, കയറ്റം കയറാനുള്ള ശക്തിയും കൂടെ തരാം. എൻ്റെ കാലുകളെ പേടമാൻ കാലുകൾക്ക് തുല്യമാണ്. തൻ്റെ ഗിരികളിൽ എന്നെ ഉറപ്പിക്കുന്ന ദൈവം. ഒരു ഫ്രഷ് ബിഗിനിങ് വിത്ത് ഓൾ സ്ട്രെങ്ത്. എ ഫ്രഷ് ബിഗിനിങ് വിത്ത് ഓൾ സ്ട്രെങ്ത്. ആ പുതിയ ആരംഭം എല്ലാ ശക്തിയും സഹിതമാണ്. ഏലിയാവേ, വഴിയിൽ അങ്ങേക്ക് എന്തെങ്കിലും ആവശ്യം വരുമോ, ദുഷ്ടമൃഗങ്ങൾ വരുമോ, ഞാൻ നോക്കിക്കോളാം. അങ്ങേ പിടിച്ചുകൊണ്ട് പോകാൻ ആഹാബിൻ്റെ ആളുകൾ വരുമോ, ഞാൻ നോക്കിക്കോളാം. ഇസബേൽ അങ്ങേ വഴിയിൽ വെച്ച് സൈറ്റ് ചെയ്യുമോ, ഞാൻ നോക്കിക്കോളാം. വാ, എൻ്റെ കാവലില്ല. ഇന്ന് പകൽക്കാലം എ ഫ്രഷ് ബിഗിനിങ് ഫോർ എ ലോങ് ജേർണി. ഇറ്റ്സ് അണ്ടർ ദ ഗൈഡൻസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പൂർണ്ണമായ കാവലിൽ ഒരു യാത്ര. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലും 4-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലുമായി യേശു അഭിഷക്തനായ ശേഷം ഒരു പുതിയ ആരംഭം ഉണ്ടായിരുന്നു. യേശു ദൈവത്തിൻ്റെ പുത്രനാണ്. പക്ഷെ സ്നാനം കഴിഞ്ഞിങ്ങോട്ട് കയറിയ ഉടനെ തൻ്റെ മേലൊരു അഭിഷേകം. ആ 41-ാമത്തെ വാക്യത്തിലും തൻ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. ഇന്ന് പകൽ നിങ്ങളെ ബലപ്പെടുത്തുന്ന ഒരാത്മശക്തി, അങ്ങോട്ട് ഇറങ്ങി നടക്കുമ്പോൾ ബലപ്പെടുത്തുന്ന ഒരാത്മശക്തി. ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഇന്ന് നിങ്ങളോട് പറയാൻ പരിശുദ്ധാത്മാവെന്നെ ഓർമ്മിപ്പിക്കുന്നു. 1983 ബഥേൽ ചർച്ചിൽ വന്ന് അതിൻ്റെ ചുമതലയേറ്റു. 84 ആദ്യത്തെ കൺവെൻഷൻ നടക്കാൻ പോവുക. ആ കൺവെൻഷൻ നടക്കണമെങ്കിൽ അന്ന് ചർച്ചിന് സ്ട്രെങ്ത് ഇല്ല, തീരെ കുറച്ച് ആളുകളെ ഉള്ളൂ, ഞാൻ തന്നെ ഉള്ളൂ. എന്തിനേലും ഒന്ന് ഓടി നടക്കാൻ വേറെ ആരും സഹായത്തിന് വേണ്ടിയില്ല. അന്നൊരു മൈക്ക് സാങ്ഷൻ വേണം. പോലീസ് അതോറിറ്റിയിൽ നിന്നൊരു മൈക്ക് സാങ്ഷൻ എടുക്കാതെ ഒക്കത്തില്ല. അതിൻ്റെ കൂടെ എനിക്കൊരു മഞ്ഞപ്പിത്തവും വന്നു. മൈക്ക് സാങ്ഷൻ എടുക്കാൻ വേണ്ടി JC റോഡിലേക്ക് പോകുമ്പോൾ, ഇവിടെ ഒന്ന് പറഞ്ഞാൽ ഇവിടുത്തുകാർക്ക് മനസ്സിലാവും, JC റോഡിലേക്ക് പോകുമ്പോൾ മേക്കറി സർക്കിൾ അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പറ്റുന്നില്ല, തല കറങ്ങുന്ന പോലെ തോന്നുന്നു. ഞാൻ മോട്ടോർ സൈക്കിൾ ഒരു സൈഡിലോട്ട് നിർത്തി. ഞാൻ സാങ്ഷൻ എടുക്കാൻ പോകുക, അങ്ങോട്ട് പോകാൻ ഒക്കുന്നില്ല. സൈഡിലോട്ട് നിർത്തി. വൊമിറ്റ് ചെയ്തു. 3-4 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. നിൽക്കാനൊക്കത്തില്ല, താഴെ വീഴുമെന്ന് തോന്നി. ഞാൻ ഇരുന്നു പതിയെ അങ്ങ് കിടന്നു. അൺകോൺഷ്യസ് ആയില്ല, പക്ഷെങ്കിൽ ഓൾമോസ്റ്റ് കൊളാപ്സ്ഡ്. കിടന്നു. എൻ്റെ ചെവിയിൽ ഒരു ശബ്ദം എങ്ങണ്ടുന്നു.
അവൻ്റെ ശബ്ദം വനങ്ങളെ തോലിരിക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. ബൈബിളിൽ ഇല്ലാത്ത ഒരു വാക്യം കൂടെ ഞാൻ കേട്ടു. യഹോവയുടെ ശബ്ദം നിന്നെ എഴുന്നേൽപ്പിക്കുന്നു. ഞാനവിടെ നിന്ന് എഴുന്നേറ്റു. ഞാൻ വൊമിറ്റ് ചെയ്തതിൻ്റെ ഭാഗങ്ങൾ എൻ്റെ ശരീരത്തുണ്ടായിരുന്നത് എൻ്റെ ടവല് കൊണ്ട് തുടച്ചു മാറ്റി. ജെസ്സി നഗർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു ക്ഷീണവുമില്ല. തുടർന്ന് എൻ്റെ ജോലി ചെയ്ത് തിരിച്ചു വന്നു. ഒരു ക്ഷീണവുമില്ല. സാധാരണഗതിയിൽ മിലിറ്ററിയുടെ ഗ്രൗണ്ടിൽ വെച്ചാൽ ഞങ്ങളുടെ കൺവെൻഷൻ, മിലിറ്ററി ഗ്രൗണ്ടിൽ കൺവെൻഷൻ നടക്കുമ്പോൾ മിലിറ്ററിയുടെ പെർമിഷൻ അല്ലാതെ ഒരു പോലീസും സാങ്ഷൻ തരത്തില്ല. അയാളത് ചോദിച്ചു പോലും ഇല്ല. സീൽ ചെയ്ത് കൈ തന്നു. യഹോവയുടെ ശബ്ദം ഒരുവനെ പറഞ്ഞു വിട്ടാൽ ഇംപോസിബിലിറ്റീസ് വിൽ ബി മേഡ് പോസിബിൾ. ഇംപോസിബിലിറ്റീസ് വിൽ മേക്ക് പോസിബിൾ. ഇൻ ദ ഫ്രഷ് ബിഗിനിങ്, അഭിഷേകത്തിന്റെ ശക്തിയുടെ മുമ്പിൽ അസാമാന്യമെന്ന് തോന്നുന്ന അസംഭവനീയമായ പലതും നടത്തിയെടുക്കത്തക്കവണ്ണം ദൈവശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലും 41-ാമത്തെ വാക്യത്തിലുമായി അഭിഷേകം പ്രാപിച്ച അപ്പോസ്തലന്മാർ, യഹൂദന്മാരെ ഭയന്ന് അടച്ചിട്ടിരുന്ന കതകിനകത്തിരുന്നവർ അഭിഷക്തരായതോടുകൂടെ യേശുവിൻ്റെ നാമം വിളിച്ചു പറയുവാൻ ഫോർ എ ലോങ് ജേർണി, ഒരു ധൈര്യം. ആ ജേർണി ഇന്നും തുടരുക. വർഷങ്ങൾ 2000 കഴിഞ്ഞു, ആ ജേർണി ഇന്നും തുടരുകയാ. പതിനായിരങ്ങൾ ജനലക്ഷങ്ങൾ ജനകോടികൾ ഈ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വരുമാറ് ദൈവശബ്ദത്തെ ഉയർത്തിയതായ ആ ലോങ് ജേർണിക്കായി നമ്മെ ഒരുക്കിയ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാനും നിങ്ങളും പിന്നെയും വി ആർ ഇൻ ഫ്രണ്ട് ഓഫ് എ ഫ്രഷ് ബിഗിനിങ്. ഒരു പുതിയ ആരംഭത്തിൻ്റെ തുടക്കത്തിലാണ്. ഞാനും നിങ്ങളും ഒന്ന് മറക്കരുത്. മത്തായിയുടെ സുവിശേഷം 2:20 യേശുവിൻ്റെ ജനനമറിഞ്ഞ വിദ്വാൻമാർ നക്ഷത്രത്തിൻ്റെ അടയാളം കണ്ടുകൊണ്ട് ഇറങ്ങി. വഴിയിൽ അവരുടെ ലക്ഷ്യം തെറ്റി. അത് ഒത്തിരി പേര് പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അവർ നക്ഷത്രത്തെ മാത്രം എടുത്തുകൊണ്ട് വരികയാണ് ഇതിൻ്റെ ലക്ഷ്യത്തിൽ. ഇവർ പോകുന്ന വഴി ഇവിടെ ഗൂഗിൾ മാപ്പ് കൊണ്ടുപോകുന്ന റോഡ് ഇവിടെ ഇന്ന് പോകുന്ന പോലെ ഇങ്ങനെ പോവുക. അങ്ങനെ പോകുമ്പോഴാണ് പെട്ടെന്ന് യെരൂശലേമിലെ രാജകൊട്ടാരം കണ്ടു. അവരുടെ കൊട്ടാരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം ഗൂഗിൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നക്ഷത്രത്തിൻ്റെ നോട്ടം വിട്ടു. നേരെ കൊട്ടാരത്തിൽ കയറി ചെന്നു. നക്ഷത്രം പാട്ടിന് പോയി. കൊട്ടാരത്തിൽ ശിശുവില്ല. ശിശുവിൻ്റെ കൊലപാതകനാണ് ഉള്ളത്. ആകെ വിഷമിച്ചു. അന്ന് രാത്രിയിൽ കിടന്നുറങ്ങി. വീണ്ടും നക്ഷത്രം മുകളിൽ വെളിപ്പെട്ടു. നടത്തിപ്പുകൾ തീർന്നുപോയി എന്ന് തോന്നുന്നവരെ, ഐ വാസ് അണ്ടർ ഹെവി ഗൈഡൻസ്. എന്നെ ദൈവാത്മാവ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ നടത്തിപ്പുകൾ പോയി എന്ന് തോന്നുന്നവരെ, കൃപാവരങ്ങൾ നഷ്ടമായി എന്ന് തോന്നുന്നവരെ, യു ഹാവ് എ ഫ്രഷ് ബിഗിനിങ്. ഫോർ ദ സ്റ്റാർ വിൽ കം ബാക്ക്. എന്നെ നടത്തുന്ന നക്ഷത്രം, എന്നെ വഴി നടത്തുന്ന നക്ഷത്രം, എൻ്റെ തകരാറ് കണ്ടുപിടിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ തുടരുമാനം നടത്തുവാൻ ആഗ്രഹിക്കുന്ന ആ നക്ഷത്രം ഈ പകൽ യേശുവിൻ്റെ നാമത്തിൽ വരട്ടെ. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഈ നക്ഷത്രം നിങ്ങളെ നടത്തിയാൽ എത്ര ചുവട് നടത്തിയെന്ന് പറയത്തില്ല. പക്ഷെ ശിശു ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ മീതെ വരെ കൊണ്ടുപോകും. നിങ്ങൾ എത്ര ചുവടാ നടക്കേണ്ടതെന്നല്ല, എത്ര വർഷമാ നടക്കേണ്ടതെന്നല്ല, അതെനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എവിടം വരെ എത്തിക്കും? ശിശു ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ മുകളിൽ വരെ എത്തിക്കുന്ന എ ഫ്രഷ് ബിഗിനിങ്. ഒരു പുതിയ ആരംഭം ഇന്ന് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ. പുതിയ തുടക്കങ്ങൾ. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ ചെങ്കടൽ കടന്ന ഇസ്രായേലിനെ കാണാം. ആകപ്പാടെ വിളറി തളർന്ന് മിസ്രയീമിലെ ഫറവോൻ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്നു. ഈ ഫറവോൻ്റെ ഒരു വലിയ തത്വം അതാ. പണ്ടൊരിക്കൽ ആ കഠിന പീഡയുടെ നടുവിൽ പൊക്കോളാൻ പറഞ്ഞ് വിട്ടതാ. പോയി കഴിഞ്ഞു. ഫറവോൻ്റെ ആദ്യജാതനെ കുഴിച്ചിട്ടു. ഒരു ദിവസം കഴിഞ്ഞതോടെ അവൻ്റെ ആ മനപ്രയാസം ഒന്ന് കുറഞ്ഞു. അവർ പറഞ്ഞ് തിരിച്ചു പോകാമട ഇസ്രായേലിനെ പിടിക്കാൻ. പലപ്പോഴും നിങ്ങൾക്ക് ഭാഗികമായ അനുവാദം തന്ന് നിങ്ങളെ മുന്നോട്ട് വിട്ടവർ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കും. ഞാൻ ജനിച്ചതും വളർന്നതും ഒത്തിരി പ്രാവശ്യം പറഞ്ഞൊരു മാർത്തോമ കുടുംബത്തിലാണ്. സ്നാനപ്പെടാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ ഓടി വന്ന് എൻ്റെ അപ്പനോട് അനുവാദം ചോദിച്ച 12-ാമത്തെ വയസ്സിൽ, 11 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത് 12-ാമത്തെ വയസ്സിൽ എൻ്റെ അപ്പൻ തുരുത്തിക്കാട് മാർത്തോമ ഇടവകയിലെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വിശ്വാസിയാണ്. അമ്മയും അതുപോലെ. ഞാനൊന്ന് സ്നാനപ്പെട്ടാൽ അവർക്ക് അതൊരു നാണക്കേട് പോലെ തോന്നി. അങ്ങനെ ഒരുത്തിന് മാന്യമായത് വേറൊരുത്തിന് നാണക്കേടാണ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുമെന്നൊക്കെയാണ് ബൈബിൾ പറയുന്നത്.
പക്ഷെ അപ്പൻ്റെ അനുവാദമില്ലാതെ സ്നാനപ്പെടാൻ ഒക്കില്ല. ഞാനൊരു ദിവസം സ്നാനത്തിൻ്റെ സമയമായപ്പോൾ പെട്ടെന്ന് വന്ന് എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പച്ചാ എനിക്ക് സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. പോയി എന്നേലും കാണില്ലെന്ന് ഒറ്റ ഓട്ടവും വെച്ച് കൊടുത്ത് സ്നാനപ്പെട്ടേച്ച് തിരിച്ചു വന്നു. തിരിച്ചു പിടിക്കാൻ അപ്പച്ചനും തീരുമാനിച്ചു. ഫറവോനും പറ്റിയ ഇത് തന്നെയാണ്. പൊക്കോളാൻ പറഞ്ഞൊന്ന് ഇറക്കി വിട്ടു. ജനം വെളിയിലിറങ്ങിയപ്പോൾ ഫറവോന് തോന്നി, തെറ്റിപ്പോയല്ലോ, ഇവന്മാരെ തിരിച്ചു പിടിക്കണം. പണ്ട് പറഞ്ഞ് അയഞ്ഞു തന്ന ശക്തി വീണ്ടും തിരികെ മുറുകുന്നെങ്കിൽ ഇവർ ചെങ്കടലിങ്കൽ വന്നു. സ്വർഗത്തിലെ ദൈവം ഇറങ്ങി, ചെങ്കടൽ പിളർന്നു, ജനത്തെ കടത്തി, ഫറവോനെ ഒതുക്കി. ചെങ്കടൽ കടന്ന ഫറവോൻ ഇസ്രയേൽ, ദേ ഹാഡ് എ ഫ്രഷ് ബിഗിനിങ്. എന്നെ സന്തോഷമായിരുന്നറിയാവോ? ഉദ്ദേശം 90 വയസ്സ് പ്രായമുള്ള മിറിയം തപ്പെടുത്തു, കൊട്ടിയാർത്തു. ഞാൻ ഈ ഉപവാസത്തിന് അടിക്കാനായിട്ട് ഒരു എന്തോ അതിന് പേര് പറയുന്നത്, ഏതാണ്ട് ഒരു കിലിക്കുന്ന സാധനം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ശരീരത്തിൻ്റെ ബലക്കുറവ് കൊണ്ട് ഞാൻ ഇപ്രാവശ്യം എടുത്തില്ലെന്നേ ഉള്ളൂ. എടുക്കും ഇനിയും ബലപ്പെട്ടാൽ. മിരിയം തപ്പെടുത്തു. മിരിയം തപ്പെടുത്തടിച്ചു. 90 വയസ്സുള്ള അമ്മച്ചി തപ്പടിച്ച പിന്നാണോ പിള്ളേർ നിൽക്കുന്നത്? അവരെല്ലാം കൂടെ കൂട്ടം തുള്ളി. ഭയങ്കര തുള്ളലും ചാട്ടവും. ഇസ്രയേലിൽ ആകപ്പാടെ അവർ ഇസ്രയേല്യരായി മാറി. അബ്രഹാമിൻ്റെ കാലത്തും ആ മക്കളുടെ കാലത്തും ഉണ്ടായിരുന്ന മിസ്രയീമിൽ വെച്ച് നിന്നുപോയ തുള്ളൽ. മിസ്രയീമിൽ തുള്ളലില്ലായിരുന്നു, തോളേൽ നോകം. അവൻ എന്നെ വെച്ച് തുള്ളനാ. തുള്ളലും ചാട്ടവും നിർത്തി അടിമനുഖത്തിൻ്റെ കീഴിൽ കിടന്നവൻ, അടിമനുഖത്തിൻ്റെ യജമാനനായിരുന്ന ഫറവോനെ ചെങ്കടലിൽ മുക്കിക്കൊന്ന സംഭവം കണ്ട് മിരിയം പാടി ആശ്വസിപ്പിക്കുവാൻ മുൻപിലേക്ക് എഴുന്നേറ്റതോടെ കൂട്ടമെഴുന്നേറ്റു, നൃത്തമാരംഭിച്ചു. ഒരു പുതിയ ആരംഭം. എവിടം വരെ? കാനാനിൽ എത്തുവോളം. ഇന്ന് പകലൊരു പുതിയ ആരംഭത്തിനായി വാഗ്ദത്ത ഭൂമിയിൽ എത്തുവോളം പോകുവാനായി വിളിക്കപ്പെട്ട ദൈവപൈതലേ, മൂവ് ഓൺ, മുന്നോട്ട് പോകുവാൻ സ്വർഗം നമുക്ക് കൃപ തരട്ടെ. ആമേൻ. ദൈവം ജനത്തെ വിടുതലിൻ്റെ കാര്യങ്ങൾ അറിയിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? 1, കാഹളം ധ്വനിപ്പിച്ച ഞാൻ പറഞ്ഞു. 2, സമുദ്രം പിളർന്ന് അടഞ്ഞു ഒഴുകിക്കൊണ്ടിരുന്ന കിടന്നിരുന്ന ചെങ്കടലിനെ 2ആക്കി തിരിച്ചേച്ച് കർത്താവ് പറഞ്ഞു, നിന്റെ യോവേൽ ഇറങ്ങിക്കോ, നിന്റെ യോവേൽ. 3, യോർദാൻ വറ്റിച്ച. ഒത്തിരി ഉണ്ട് തിരുവചനത്തിൽ. മോശയെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തതിനാൽ അദ്ദേഹത്തിനൊരു പുതിയ തുടക്കമുണ്ടായി. വീണ്ടും മുൾപ്പടർപ്പിൻ്റെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടതിനാൽ അദ്ദേഹത്തിനൊരു പുതിയ തുടക്കമുണ്ടായി. പത്രോസിന് യേശു കൊടുത്ത വലിയ മീൻപിടുത്തം കണ്ടതോടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പുതിയ തുടക്കമായിരുന്നു. കർത്താവേ, ഇത്രയും പുതിയ മീനുകൾ എൻ്റെ വലയിലോ? തേണ്ടേ, പൗലോസിന് ദമസ്കോസിൻ്റെ വെളിപ്പാട്. സകലത്തിലും വലുത് മഹാപുരോഹിതൻ്റെ കയ്യിലെ അധികാരപത്രമാണെന്നും ഏറ്റവും ശക്തം നട്ടുച്ചയുടെ വെയിലാണെന്നും പറഞ്ഞിരുന്ന അയാളുടെ കയ്യിൽ നിന്ന് ഏറ്റവും ശക്തിയുള്ള വാഹനം കുതിരയാണെന്നും ബെസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ ആണെന്നും പറഞ്ഞ് യാത്ര ചെയ്തിരുന്ന പൗലൂസേ, ശൗലേ, നട്ടുച്ചയ്ക്ക് സൂര്യൻ്റെ പ്രകാശത്തെ കവിയുന്ന ഒരു പ്രകാശം ചുറ്റും പിന്നെ നീ വലിയതെന്ന് എണ്ണിയ കഴുത നിന്നെ തട്ടിക്കളഞ്ഞു വെച്ച് ചാടിപ്പോയി. നിന്നെ കൊണ്ടു നടന്ന സ്നേഹിതൻ